നമസ്കാരം. കേരളത്തിൽ എണ്ണം പറഞ്ഞ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനിയായി നിൽക്കുന്ന ഒരാൾ നമുക്കറിയാം, എം ലിജു എന്ന് പറയുന്ന മന്ത്രിയാണെന്ന്. ഏറെക്കാലത്തെ പരിശ്രമത്തിന് ശേഷം നിരവധി തവണ പലയിടങ്ങളിൽ അദ്ദേഹത്തിന് പരാജയത്തിൻ്റെ കൈപ്പിനീർ കുടിക്കേണ്ടി വന്നു എങ്കിൽ തന്നെയും ഇത്തവണ കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി നിയമസഭ കണ്ട മന്ത്രിമാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ MLA-മാരിൽ ഒരാളാണ് നമ്മുടെ എം ലിജു എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ കാലം അത്രയും എം ലിജു എന്താണോ ആഗ്രഹിച്ചു, ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൽ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവ് എന്നുള്ള നിലയിലാണ് എം ലിജു പൊതുവിൽ അറിയപ്പെടുന്നത്. യുവാക്കൾക്ക് വലിയ അടുപ്പമുള്ള, ആരാലും ലിജുവേട്ട എന്ന് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടുപ്പവും പരിചയവും കാത്തു സൂക്ഷിക്കാൻ കെൽപ്പുള്ള ഒരാൾ തന്നെയാണ് എം ലിജു എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി ആണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടക്കമുള്ള പാർട്ടി പ്രവർത്തകരോടക്കം അദ്ദേഹം പെരുമാറുന്ന രീതി അനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എം ലിജു എന്ന് പറയുന്ന ഒരാൾ വളരെ കൃത്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൻ്റെ നിലപാടുകൾ, ഇനി ഇത് ആരുടെ മുഖത്ത് നോക്കിയും തൻ്റെ നിലപാടുകൾ വ്യക്തമായി പറയാൻ ശേഷിയുള്ള ഒരാളാണ്. തന്നെയുമല്ല, കായംകുളം നഗരത്തെ രണ്ടായി വിഭജിക്കാൻ പോകുന്ന സമയം, അതായത് കായംകുളം നഗരത്തിലൂടെ വരുന്ന പുതിയ ദേശീയപാത വരുമ്പോൾ അത് രണ്ടായി വേർപിരിയുകയാണ്. അത് അപ്പുറവും ഇപ്പുറവും എന്നുള്ള നിലയിലേക്ക് കായംകുളത്തിന് കിഴക്കും കായംകുളത്തിന് പടിഞ്ഞാറ് എന്ന് പറയുന്ന രണ്ട് മേഖലകളായി മാറും. എന്നാൽ അതൊരു അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് എന്ന് തിരിച്ചറിയുകയും നാളിതുവരെ പ്രതിഭ അവിടെ ഇരുന്ന സമയത്ത് പോലും ഇല്ലാതിരുന്ന ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാനും തുടർന്ന് അവിടെ ഒരു മേൽപ്പാലം വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട നീക്കങ്ങൾ നടത്താനും എം ലിജു വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ചില തൽപര കക്ഷികൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകാൻ പരിശ്രമിക്കുന്നതായി നമുക്ക് വാർത്തകൾ വന്നിട്ടുണ്ട്. കാരണം അവിടെ ഏതെങ്കിലും ഒരു ആൾക്കാർ വരുന്നു, അത് എന്ന് വെച്ചാൽ BJP അതിനെ അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തീരുമാനത്തെ. അപ്പോൾ അങ്ങനെയുള്ള നിലവിൽ സാഹചര്യം ഉള്ളപ്പോൾ തന്നെ ഇവിടെ എം ലിജു എടുത്ത, അല്ലെങ്കിൽ എം ലിജു എന്ന് പറയുന്ന ഒരു മന്ത്രി എടുത്ത നിലപാട് വളരെ, കാര്യം അത് കായംകുളത്തുകാരുടെ ഒരു അഭിലാഷമാണെന്നേ. അപ്പുറവും ഇപ്പുറവുമായി വേർപിരിഞ്ഞ് കിടക്കാൻ കായംകുളം നഗരത്തിന് സൗകര്യമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് എം ലിജു എന്ന് പറയുന്ന കരുത്തനായ മന്ത്രി, അങ്ങനെ തന്നെ പറയേണ്ടി വരും, കരുത്തനായ മന്ത്രി കൃത്യമായ നിലപാട് തന്നെ സ്വീകരിച്ചു. അക്കാര്യത്തിൽ ആർക്കും, ശത്രുക്കൾക്ക് പോലും യാതൊരു അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിലില്ല. അതോടൊപ്പം തന്നെ വില കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ കൃത്യമായി അതിനെ ചോദ്യം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും ആവശ്യമുണ്ട് എന്ന ഒരു നിലപാടെടുത്ത ഒരു മന്ത്രിയാണ് എം ലിജു. അവിടെ യാതൊരു തരത്തിലും അവിടെ കൂസാതെ, ആരെയും മൈൻഡ് ചെയ്യാതെ കൃത്യമായി തൻ്റെ നിലപാടുകൾ അറിയിക്കുക, അത് ഏതൊരു മന്ത്രിയും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ എം ലിജുവിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൻ്റെതായ യാതൊരു പ്രശ്നമില്ല. കാര്യം എന്താ, അദ്ദേഹത്തിന് KSU മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ ഇങ്ങേ അറ്റം വരെ നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നിലവാരത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കൃത്യമായി അദ്ദേഹത്തിന് ആ സംഘടനാ പാരമ്പര്യം അദ്ദേഹത്തിന് പകർന്നു നൽകിയിട്ടുള്ള ചിന്താഗതികൾ, അല്ലെങ്കിൽ ചിന്താശേഷി, അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു, കരുത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പോലും എടുത്ത ഒരു തീരുമാനത്തെ കൃത്യമായി അത് ഒരു ചർച്ച ആവശ്യമുള്ള കാര്യമാണ് എന്ന് മുഖ്യമന്ത്രിയോട് പോലും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹം ആർജിച്ചു വന്ന ആ ഒരു സംഘടനാ പാടവത്തിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ ഗുണം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് എം ലിജു കരുത്തനായി മാറുന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷേ കേരളം ഈ 5 വർഷക്കാലം UDF അധികാരമൊഴിയുമ്പോൾ ഒരുപക്ഷേ തനിക്ക് കിട്ടിയ വകുപ്പ്, എക്സൈസ് എന്ന് പറയുന്ന വകുപ്പ് കൊണ്ട് ശക്തനാകാൻ പോകുന്ന ഒരു മന്ത്രി എനിക്ക് തോന്നുന്നു എം ലിജു തന്നെ ആവാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ വിജയവും ഒക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ധീരമായ നടപടി എന്ന് പറയാം. മണർകാട് ഒരു ബാർ ഹോട്ടൽ, ആ ബാർ ഹോട്ടൽ നിശ്ചിത സമയത്തിന് മുൻപേ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നു. എന്തിനായിരിക്കുമെന്നറിയാമല്ലോ, ഇരട്ടി ലാഭമുണ്ടാക്കുക. അപ്പം അവർക്ക് ബാറുകാർക്ക് നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട്, അവർ ആ സമയത്ത് തുറക്കാൻ പാടുള്ളൂ. ഇവരതിന് മുൻപേ തുറന്നു. അപ്പോഴാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാടില്ല, നോട്ടീസ് നൽകി, അങ്ങനെ നേരത്തെ തുറക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവർ നേരെ തുറന്നങ്ങ് പ്രവർത്തിച്ചു നോട്ടീസ് നൽകിയതിന് ശേഷം. ആ എക്സൈസ് അധികൃതരുടെയൊക്കെ വാക്കിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ബാറ് തുറന്ന് പ്രവർത്തിച്ചു. കൃത്യമായി നടപടിയെടുത്തു, പൂട്ടിയേക്കാൻ പറഞ്ഞു, ലൈസൻസ് ക്യാൻസൽ ചെയ്തേക്കാൻ പറഞ്ഞു. ഇവിടെയാണ് ധൈര്യം എന്ന് പറയുന്നത്. ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതാണ് നിലപാട്.
ക്യാൻസൽ ചെയ്തേക്കുക. ഇനി അവർക്ക് ലൈസൻസ് വേണ്ട, അവരുടെ ലൈസൻസ് അങ്ങ് ക്യാൻസൽ ചെയ്തേക്കുക എന്ന് പറയുന്ന സുധീരമായ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മന്ത്രി ഇക്കാലം അത്രയും, അതും വിശേഷിച്ച് കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ കോട്ടയം ജില്ലയിലെ മണർകാട്. അപ്പോൾ കോട്ടയം ജില്ല സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും UDFനും വലിയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ തന്നെ പല ബാറുകളും ഈ രീതിയിൽ സമയക്രമം പാലിക്കുന്നില്ല എന്നുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ കൃത്യമായ ഇടപെടൽ. അതിനൊക്കെ കുറച്ച് ആംബിയർ വേണം. രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ അവിടെ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് നോക്കാതെ നിയമം പാലിക്കണം, നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ അവിടെ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശം കൊടുത്തു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആളായിരുന്നെങ്കിൽ അവിടെ മുട്ടുവിറയ്ക്കും അവിടെ പോയി നടപടിയെടുക്കാൻ. ഒരു ബാറുടമയാണ്, മുട്ടുപിറയ്ക്കും. കേരളത്തിലെ പിടിച്ചുകുലുക്കിയ UDFൻ്റെ കാലഘട്ടത്തിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ ബാർക്കോഴ അഴിമതി ഉണ്ടായതൊരു ബാർ മുതലാളി കാരണമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഓപ്പറേഷൻ ശുദ്ധി എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്താണ്? കേരളത്തിൽ നമുക്കറിയാം, പണ്ട് കള്ളിനൊരു പേരുണ്ട്, ആനമൈക്ക് എന്ന് പറയുന്ന പേരുണ്ടായിരുന്നു കള്ളിന് ഒരു കാലത്ത്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ വരുന്ന കള്ളുകളിൽ കൂടുതലും വ്യാജ നിർമ്മിതികളാണ്. അതിൽ ഈ പറയുന്ന ആനമൈക്ക് പോലുള്ള ചില പൊടികൾ അതിനകത്ത് കലക്കി നമ്മുടെ ഈ കള്ള് കുടിക്കുക, കള്ള് ഷാപ്പിൽ പോയി മദ്യപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം സാധാരണക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് അവർ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് കള്ള് കുടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കലക്കാണ്, എന്ന് വെച്ചാൽ കലക്കി വെച്ചിരിക്കുകയാണ്, പൊടി കലക്കിയ കള്ളാണ്, വ്യാജക്കള്ള്. നമ്മുടെ നാട്ടിലെ മദ്യപന്മാരെ, സാധാരണക്കാരായ മദ്യപന്മാരെ വ്യാജക്കള്ള് കൊടുത്ത് വ്യാജമദ്യം ഒഴുക്കി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുന്നു. ആ ലോബിക്ക് കൂച്ചുവിലം കിട്ടൂ. അതായത് കള്ള് വ്യവസായി അല്ലെങ്കിൽ വരുന്ന കള്ളുകളിന് ശുദ്ധി ഉണ്ടാവണം, അല്ലെങ്കിൽ വൃത്തിയുള്ള കള്ളായിരിക്കണം, നല്ല കള്ളായിരിക്കണം കള്ള് ഷാപ്പുകൾ വിളമ്പേണ്ടത്. ഇതുവരെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പല സർക്കാരുകൾ മാറി വന്നിട്ടും അങ്ങനെയൊരു തീരുമാനം ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വിചിത്രമാണ്. പക്ഷേ അതിനുള്ള നട്ടെല്ലും നമ്മുടെ ലിജു കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ധീരമായ തീരുമാനമാണ്. അതോടൊപ്പം വേറൊരു നിർദ്ദേശം കൂടി എക്സൈസ് വകുപ്പിന് കൊടുത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇമാതിരി അഹമ്മദിയൊക്കെ കാണിക്കുമ്പോൾ ചില സമ്മാനങ്ങളായിട്ടും കുറച്ച് പൈസയൊക്കെ ആയിട്ടൊക്കെ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥർ വാങ്ങുന്നുണ്ട്. അതൊരു പരസ്യമായ രഹസ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ആ പരസ്യമായ രഹസ്യം നമ്മുടെ നാട്ടിൽ നടന്നു പോകുമ്പോൾ ഇനി മേലാൽ അത് പാടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മണ്ണർക്കാട് ബാർ തുറന്ന് പ്രവർത്തിച്ചില്ലേ, അപ്പോൾ അതുപോലെയുള്ള പല ബാർ മുതലാളിമാർക്കും കുറച്ച് പൈസ എക്സൈസുകാർക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്ക് വൈകുന്നേരം അവർക്ക് വില കൂടിയ ഒരു കുപ്പി മദ്യം കൊടുത്താൽ എന്തോ കാര്യം സാധിക്കാൻ കഴിയും എന്നൊരു തോന്നൽ നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ബാർ മുതലാളിമാർക്കും ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു കുപ്പി നല്ല വില കൂടിയ മദ്യം കൊണ്ട് കൊടുത്താൽ പ്രശ്നം തീരും, അവരുടെ ശല്യം പിന്നെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ മാസപ്പടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാസം തോറും ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ സംഭവം തീരും, ആരും അങ്ങോട്ട് എത്തി നോക്കാൻ വരില്ല. കള്ള് ഷാപ്പുകാർക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ടെസ്റ്റിന് വേണ്ടി വരുന്ന സമയത്ത് ഒരു എന്തെങ്കിലും കൊടുത്താൽ മതി, അവിടെ പ്രശ്നം ഒതുങ്ങും എന്നൊക്കെയുള്ളൊരു ധാരണ നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള ഈ പറയുന്ന ബാർ മുതലാളിമാർക്കും കള്ള് ഷാപ്പ് ഉടമകൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റിച്ചു. ഇനി മേലെ അത് പാടില്ല, പൂട്ടു വീഴും. അപ്പോൾ ഈ രീതിയിലൊക്കെ തനിക്ക് കിട്ടിയൊരു വകുപ്പിനെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും ആ വകുപ്പിനെ കൃത്യമായി മുന്നിൽ നിന്ന് നയിക്കാനും ശേഷിയുള്ള ഒരു മന്ത്രി തന്നെയാണ് ലിജു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം അതിനുള്ള തുടക്കത്തിലായിരുന്നിട്ട് കൂടി അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 5 വർഷത്തെ ഭരണം കഴിയുമ്പോൾ ഏറ്റവും മികച്ച വകുപ്പുകളിൽ ഒന്നായി, അതായത് നേരത്തെയൊക്കെ എക്സൈസ് വകുപ്പ് ആരും ചർച്ചയിൽ കൊണ്ടുവരില്ല, കാര്യം പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ അതിനകത്തൊന്നും ഒരു എലമെൻറ്റും ഇല്ല എക്സൈസ് വകുപ്പിൽ. അതേസമയം ഇപ്പോഴത്തെ നിലപാട് അങ്ങനെയല്ല, എക്സൈസ് വകുപ്പ് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അതിനുവേണ്ട പല ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഇതുവരെ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അനധികൃതമായി തൂഫാനോടൊപ്പം തന്നെ അനധികൃതമായി ഇവിടേക്ക് വന്ന നിരവധി കഞ്ചാവടക്കമുള്ള മയക്കുമരുന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നിരവധി അറസ്റ്റ് കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ലിജു തന്നെ നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ലിജു എന്ന് പറയുന്ന മന്ത്രിയുടെ പോക്ക്. ഈ പോക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ കേരളത്തിലുള്ള പല നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പല വമ്പന്മാർക്കും പിടി വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.